അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്തുകൊണ്ട് നമ്മൾ ഓൺലൈൻ തർബിയ ടീച്ചറായി മാറണം? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വളരെ പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം നമ്മുടെ ജീവിതം സഫലമാകും എന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ സമയവും ആയുസ്സും പല വിഷയങ്ങൾക്കും മാറ്റിവെച്ച് യാതൊരു ഉപകാരവുമില്ലാത്ത സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകളോളം റീൽസും ഷോർട്സും കണ്ട് തീർക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ ജീവിതം വെറുതെ കഴിഞ്ഞു പോവുകയാണല്ലോ എന്ന വേദനയായിരിക്കും ഒറ്റയ്ക്കിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഈമാനികമായ ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകുന്നത്. നാം ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട വലിയ ഒരു ദൗത്യമാണ് തർബിയ ഓൺലൈൻ ടീച്ചറാകുക എന്നുള്ളത്. നമ്മൾ പുറത്തൊന്നും പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് സഹോദരിമാർ തങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് അവരുടെ ജീവിതം നന്നാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ, പുതിയ കാലത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പുതിയ തലമുറയെ അറിഞ്ഞ് അത് വളരെ സിമ്പിളായി നിർവഹിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അൽഹിമായ വിർച്വൽ അക്കാദമി അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു ദൗത്യം കൊറോണ സമയം മുതൽ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ പുതിയ നന്മകൾ തുടങ്ങാൻ ഇത് കാരണമായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കുട്ടികൾ പറയാതെ നിസ്കരിക്കുന്നു. കുട്ടികൾ രക്ഷിതാക്കൾ നിർബന്ധിക്കാതെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. ദീനീ ബോധമുള്ളവരായി മക്കളെ വളർത്തിയെടുക്കാൻ തർബിയ കോഴ്സിലൂടെ, തർബിയയുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ സാധിക്കുമെന്നത് ഒരു സത്യമാണ്. അവിടെ നമുക്ക് ഞാൻ കാരണം എത്ര കുട്ടികളാണ് അല്ലാഹുവേ മാറിയത്. മാറ്റത്തിൻ്റെ ഫീഡ്ബാക്കുകൾ രക്ഷിതാക്കൾ നമ്മളുമായി പങ്കുവെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, നമുക്കുണ്ടാകുന്ന ആനന്ദം ഒരിക്കലും നമുക്ക് നിർവചിക്കാൻ കഴിയാത്തതാണ്. പുതിയ കാലത്ത് മക്കളെ ലിബറൽ ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകാൻ എന്തുമാത്രം പരിശ്രമങ്ങളാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പോലെയുള്ള ടൂളുകൾ അവർ ഉപയോഗിക്കുന്നു. ക്യാമ്പസും അതുപോലെ തന്നെ ഗവൺമെൻറ്റും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും പലപ്പോഴും ഇതിലേക്ക് ചായുന്ന രീതിയിലുള്ള നിയമ നിർമ്മാണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, താൻ കൂട്ടുകൂടുന്ന കൂട്ടുകാരിൽ വരെ അവരിൽ നിന്ന് വരെ അതിൻ്റെ സ്വാധീനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാനാകും? മഹാന്മാരായ പ്രവാചകന്മാർ അവർ നിർവഹിച്ച വലിയ ഒരു ദൗത്യം അള്ളാഹുവിലേക്ക് വിളിക്കുക, ഹൃദയം റബ്ബുമായി കണക്റ്റ് ചെയ്യിക്കുക, പരലോകമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക, ഇബാദത്തുകൾ ആരും നിർബന്ധിക്കാതെ ചെയ്യിക്കുന്ന നല്ല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത്. അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ ഭാഷയിൽ ഉദാഹരണങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ, ചരിത്രങ്ങളിലൂടെ വളരെ കൃത്യമായി സിമ്പിളായി നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിലൂടെ എത്ര കുട്ടികളുടെ ജീവിതം മാറ്റാൻ നമുക്ക് സാധിക്കുമോ അത്രത്തോളം നമ്മുടെ ജീവിതം സഫലമാവുകയാണ്. ഞാൻ ജീവിക്കേണ്ടതുണ്ട്. എൻ്റെ ജീവിതം ഒരുപാട് ആളുകൾ എൻ്റെ ക്ലാസ്സിലൂടെ, ഞാൻ പഠിപ്പിക്കുന്നതിലൂടെ മാറ്റങ്ങൾ കൈവരിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തുമാത്രം വലിയ സന്തോഷമാണ്.
അല്ലേ? നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ ഖബറിൽ വലിയ ഒരു മുതൽക്കൂട്ടായി മരണം മുറിക്കാത്ത കർമ്മമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഈ ഒരു പുണ്യപ്രവർത്തനം അതിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തേത് നമ്മുടെ ജീവിതം മാറും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് അലക്കുമ്പോൾ, വസ്ത്രം കഴുകുമ്പോൾ വസ്ത്രം മാത്രമല്ല ശുദ്ധിയാകുന്നത്, മറിച്ച് നമ്മുടെ കൈയും ശുദ്ധിയാകും. ഇതുപോലെ തെർബിയ ടീച്ചറായ ടീച്ചേഴ്സ് എത്ര ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞത്, ഫീഡ്ബാക്കുകൾ പങ്കുവച്ചത്. കുട്ടികളെ തെർബിയ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുട്ടികൾ മാത്രമല്ല എൻ്റെ ജീവിതമാണ് മാറിയത്. ഒന്നുകൂടി ശ്രദ്ധിക്കാൻ, ഒന്നുകൂടി സൂക്ഷ്മത പാലിക്കാൻ, ഒന്നുകൂടി ഇബാദത്തുകൾ ശ്രദ്ധയോടെ ചെയ്യാൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ സമയം ഇപ്പോൾ ഞാൻ വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ സമയം ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി ഈമാനിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക്, സൂക്ഷ്മതയുടെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ തെർബിയ ടീച്ചറാകുന്നതിലൂടെ സാധിക്കുകയാണ്. ഞാൻ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, കുട്ടികൾക്ക് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ടല്ലോ. പലപ്പോഴും കുട്ടികളോട് ചൊല്ലണമെന്ന് പറയുന്ന ആ അദ്കാറുകൾ, ദിക്റുകൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ആലോചിക്കുകയാണ്. കുട്ടികളോട് ഖുർആൻ പാരായണം ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ഖുർആനിൻ്റെ പാരായണം ഡെയിലി എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ നമ്മെ ആത്മവിചാരണക്കെടുക്കുകയും ആ കർമ്മങ്ങൾ ചെയ്യാനുള്ള താല്പര്യമുണ്ടായി അത് കൃത്യമായി ചെയ്യുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ പോകുന്നു. അതുകൊണ്ടാണ് തെർബിയ ടീച്ചേഴ്സിൻ്റെ സ്വന്തം ജീവിതം അത് മാറ്റത്തിന് വിധേയമാകുന്നു എന്നുള്ളത് പ്രത്യേകം പറയാൻ കാരണം. മൂന്നാമത്തത്, ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് ലഭിക്കുകയാണ്. ഒരുപാട് പ്രാർത്ഥനകൾ. ഇപ്പോൾ ആര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് മറുപടി ഉള്ളത്? പലപ്പോഴും നമ്മുടെ ഉപ്പയെ, അതല്ലെങ്കിൽ നമ്മുടെ ഉമ്മയെ, അതല്ല എങ്കിൽ നമ്മുടെ ഇണയെ എന്ന് പറഞ്ഞ് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ടാകുള്ളൂ. അതിനുമപ്പുറം നമ്മൾ ഓൺലൈൻ തെർബിയ ടീച്ചേഴ്സായി മാറുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ രക്ഷിതാക്കൾ മക്കളുടെ ജീവിതത്തിലുള്ള മാറ്റം കണ്ട്, ടീച്ചേഴ്സ് നിങ്ങൾ വലിയൊരു സംഗതിയാണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കണ്ണ് നിറഞ്ഞ് വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രതികരിക്കുന്ന എത്രയെത്ര രക്ഷിതാക്കളുണ്ട്. അതിനുമപ്പുറം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയില്ലേ, ലോകത്തിലുള്ള സകല മനുഷ്യരും, വിശുദ്ധ ഖുർആൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ്. ലോകത്തുള്ള സകലതും, അങ്ങനെയാണ് പറഞ്ഞത്, ലോകത്തുള്ള സകലതും ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. ജനങ്ങൾക്ക് ഖൈറ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക്. നമ്മൾ കുട്ടികൾക്ക് ഖൈറാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. രക്ഷിതാക്കളോട് എങ്ങനെ ഇടപെടണമെന്നാണ് നമുക്ക് പഠിപ്പിക്കാനുള്ളത്. എന്തെല്ലാം ദീനിൻ്റെ ഖൈറുകളുണ്ടോ, നന്മകളുണ്ടോ, അവരുടെ ജീവിതത്തിൽ ചേർത്തി വെക്കേണ്ട സംഗതികളുണ്ടോ, അങ്ങനെ ഖൈറായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ക്ലാരിറ്റി വരാൻ, ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ, അതൊന്ന് ഭാവനയിൽ കൊണ്ടുവരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മാളത്തിൽ വസിക്കുന്ന ഉറുമ്പുകളെ കണ്ടിട്ടില്ലേ? ആ ഉറുമ്പുകൾ വരെ ഇത്തരം നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ മത്സ്യങ്ങൾ വരെ ഇത്തരം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. അവ ലോകത്തുള്ള സകലതും അതിലെല്ലാം പെട്ടു. അവയെല്ലാം ആകാശത്ത് വട്ടമിട്ട പറക്കുന്ന പറവകളും ആഴിയിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങളും തുടങ്ങി എല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ നേട്ടമെന്താണ്? അതുകൊണ്ട് ജീവിതത്തെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണുന്നുവെങ്കിൽ നമുക്കതിനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ഓൺലൈൻ തെർബിയ
ടീച്ചറാകുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനുള്ള അവസരമാണ് അൽഹിമായ വിർച്വൽ അക്കാദമി നമുക്ക് സംഘടിപ്പിച്ചു തരുന്നത്. 3 ദിവസത്തെ തെർബിയ ഫ്രീ വർക്ക്ഷോപ്പിലൂടെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ തെർബിയ കോഴ്സ് അത് പ്ലാൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് നമ്മൾ ലോഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ ലഭിക്കുക, എങ്ങനെയാണ് സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്കത് നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് മറികടന്ന് ആ തടസ്സങ്ങളെല്ലാം നീക്കി നമുക്ക് ഓൺലൈൻ തെർബിയ ടീച്ചറാകാൻ സാധിക്കുക എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്ന തെർബിയ ട്രെയിനിങ് ഫ്രീ വർക്ക്ഷോപ്പ് 3 ദിവസത്തെ ഇൻഷാ അല്ലാഹ് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ നമ്മളത് കോൺടാക്റ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ നമ്മൾ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.